എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 7ാമത്തെ സർഗത്തിലെ 61ഉം 62ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും വസന്തമാലിക വൃത്തം തന്നെയാണുള്ളത്. ശരത്കാലത്തിൻ്റെ വർണ്ണനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 61ാമത്തെ ശ്ലോകം നോക്കാം. കമലം പയസഃ പരിഷ്ക്രിയാസീത് കമലസ്യ ഭ്രമരോ ഭവദ്വിഭൂഷ ഭ്രമരസ്യ വിഭൂഷണം മദോ ഭൂന്മദനോ ജായത മണ്ഡനം മദസ്യ. ആദ്യം പദച്ഛേദം പറയാം. കമലം പയസഃ പരിഷ്ക്രിയാ ആസീത് കമലസ്യ ഭ്രമരഃ അഭവത് വിഭൂഷ ഭ്രമരസ്യ വിഭൂഷണം മദഃ അഭൂത് മദനഃ അജായത മണ്ഡനം മദസ്യ. ഇവിടെ ഒരു വാക്യം പറഞ്ഞിട്ട് അതിനോടനുബന്ധിച്ച് ഇങ്ങനെ അടുത്തടുത്ത വാക്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതൊരു മാല പോലെ കോർത്തേക്കാണ് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പറയണതിന് ഏകാവലി എന്ന് ഒരലങ്കാരം, ഏകാവല്യ അലങ്കാരമാണ് ഇതിലുള്ളത് എന്ന് കവി അല്ലെങ്കിൽ വ്യാഖ്യാതാക്കളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആദ്യത്തെ വാക്യം ഇതാണ്. ശരത്കാലത്ത് എന്തായിരുന്നു? താമരപ്പൊയ്കയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ശരത്കാലത്ത് വെള്ളത്തിൻ്റെ ആഭരണം താമരയായിരുന്നു. അതാണ് പയസഃ പരിഷ്ക്രിയ കമലം ആസീത്. കമലം പയസഃ പരിഷ്ക്രിയ ആസീത്, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അന്വയം. കമലം താമരപ്പൂവ്, പയസ എന്ന് പറഞ്ഞാൽ താമരപ്പൂവ് ഏതൊരു വെള്ളത്തിലാണോ ഏതൊരു തടാകത്തിലാണോ വിരിഞ്ഞു നിൽക്കുന്നത് ആ വെള്ളത്തിൻ്റെ പരിഷ്ക്രിയ ആയിരുന്നു. പരിഷ്ക്രിയ അല്ലെങ്കിൽ പരിഷ്കരിക്കുക എന്ന് പറയണത് മുമ്പ് ഇല്ലാത്തതായ ചില മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. പുതിയതാക്കുക, നൂതനമാക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് മലയാളത്തിൽ നമ്മൾ പരിഷ്കാരം അല്ലെങ്കിൽ പരിഷ്കാരികൾ എന്നൊക്കെ പറയുക. ഓൾറെഡി എന്താണോ ഉള്ളത് അതിനെ മാറ്റി വേറെ ഒരു തരത്തിലാവുക, അതിനാണ് പരിഷ്കാരം എന്ന് പറയുക. സംസ്കൃത വാക്കാണ്. അത് ആകമാനമുള്ളതായിട്ടുള്ള മാറ്റം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പരിഷ്ക്രിയ എന്നുള്ള വാക്കിന് വിഭൂഷ, അലങ്കാരം എന്നർത്ഥം. അപ്പോൾ താമരയായിരുന്നു വെള്ളത്തിൻ്റെ അലങ്കാരമായിട്ട് ശോഭിച്ചത്. വെള്ളത്തിന് അലങ്കാരമായി നിന്നത് താമര. ഇനി താമരയ്ക്ക്, അങ്ങനെയാണ് ആ വരികൾ പോണത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു മാലയായിട്ടുള്ള വർണ്ണനയാണ്. അതുകൊണ്ടാണ് അതിനെ ഏകാവലി, ഒരു ഒറ്റ ഇഴയിൽ തീർത്തതായ മാല പോലെയാണ് വർണ്ണന വരുന്നത്. അടുത്തത് താമരയെ പറ്റിയിട്ട്, താമരയുടെ ആഭരണം എന്തായിരുന്നു എന്ന് പറയാണ്. കമലസ്യ വിഭൂഷ ഭ്രമരഃ അഭവത്. കമലസ്യ വിഭൂഷ, കമലത്തിൻ്റെ വിഭൂഷ, താമരയുടെ വിഭൂഷ, താമരയ്ക്ക് കിട്ടിയതായ അലങ്കാരം എന്താണ് എന്ന് പറയാണ്. ഭ്രമരഃ അഭവത്, ഭ്രമരമായിരുന്നു താമരയ്ക്ക് അലങ്കാരമായി നിന്നിരുന്നത്. അതായത് തേൻ കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതായ വണ്ട് താമരയെ അലങ്കരിച്ചു. ആ വെള്ളത്തിൻ്റെ സൗന്ദര്യം മുഴുവനും വർദ്ധിപ്പിച്ചത് താമരയായിരുന്നു. താമരയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിച്ചത് വണ്ടായിരുന്നു. കമലസ്യ വിഭൂഷ ഭ്രമരഃ അഭവത്. ഇനി അടുത്തത് ആരുടെ വിഭൂഷയെ പറ്റിയിട്ടാണ് പറയേണ്ടത്? ഭ്രമരത്തിൻ്റെ വിഭൂഷ. വണ്ടിൻ്റെ ആഭരണം എന്തായിരുന്നു? ഭ്രമരസ്യ വിഭൂഷണം മദഃ അഭൂത്. ഭ്രമരത്തിൻ്റെ, വണ്ടിൻ്റെ ആഭരണമായിട്ട് വന്നത് അതിൻ്റെ മദമായിരുന്നു. മദം എന്നുള്ളത് കൊണ്ട് ഈ താമരപ്പൂക്കളിൽ നിന്നൊക്കെ കുടിച്ച തേൻ, ആ തേൻ കാരണം ഉള്ളിൽ അനുഭവപ്പെടുന്നതായിട്ടുള്ള ഒരു ഉന്മാദിയായിട്ടുള്ള വണ്ട്, ആ വണ്ടിന് കുറച്ചുകൂടി ഭംഗി കൂടും അത്രേ. അത് തേൻ കുടിച്ചത് കൊണ്ടാണ് അവയൊക്കെ ഉന്മാദമുള്ളവയായി തീരുന്നത്. അപ്പോൾ വണ്ടിനെ വിഭൂഷത അല്ലെങ്കിൽ വണ്ടിനെ അലങ്കരിച്ചത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഉന്മാദമായിരുന്നു അല്ലെങ്കിൽ മദമായിരുന്നു. ഇനി അടുത്തത് മദത്തിനൊരലങ്കാരം വേണമല്ലോ, അതാണ് അടുത്തതായിട്ട് പറയണത്. മദസ്യ മണ്ഡനം മദനഃ അജായത. മദത്തിന് മണ്ഡനമായത് കാമദേവനായിരുന്നു. മദത്തിന് എങ്ങനെയാണ് കാമദേവൻ വിഭൂഷയാവണത് എന്നാണെങ്കിൽ, ആ മദം എന്ന് പറയുന്നത് കാമദേവൻ്റെ ആ ഒരു വികാരം, കാമവികാരം മദത്തോടു കൂടി നിൽക്കുമ്പോൾ അതിന് കൂടുതൽ സൗന്ദര്യമുണ്ട്. അതായത് കാമദേവൻ്റെ സ്വഭാവം എന്ന് പറയുന്നതും ഉന്മാദം തന്നെയാണ്. ആ ഉന്മാദം ഏറ്റവും സുന്ദരമായിട്ട് ഉണ്ടായിരുന്നത്
കാമവികാരത്തിന് അടിപ്പെടുന്നവരിലായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉന്മാദത്തിൻ്റെ വിഭൂഷണങ്ങളായിട്ട് കാമപീഡ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ കാമം കൊണ്ട് ഉന്മാദികളായിട്ടുള്ളവരായിരുന്നു എന്നാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു വെള്ളത്തിൻ്റെ വിഭൂഷണം എന്താണെന്ന്, പിന്നെ ആ വിഭൂഷണത്തിന് വേറൊരു വിഭൂഷണം, പിന്നെ അതിന് വേറെ വിഭൂഷണം, അങ്ങനെ അങ്ങനെ മാലയായിട്ട് വർണ്ണിച്ചത് കൊണ്ടാണ് ഏകാവലി എന്നു പേരുള്ള അലങ്കാരമാണ് ഇവിടെ വരണത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയാണ് അത്ര ഉത്തരോത്തരസ്യ പൂർവം പ്രതി വിശേഷണത്വ കഥനാത് ഏകാവല്യ അലങ്കാര. ഏകാവലി എന്നു പേരുള്ള അലങ്കാരം വരണമെങ്കിൽ ഉത്തരോത്തരം രണ്ടാമത് പിന്നീട് പറഞ്ഞത് പിന്നത്തെ വരിയിൽ ആദ്യം പറഞ്ഞതാവുക. അത്തരത്തിലുള്ള വർണ്ണനയാണ് ഏകാവലി എന്ന് പറയണത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 62ാമത്തെ ശ്ലോകം നോക്കൂ. നവകേസരമണ്ഡലാനി ധുന്വന്നുദഗാദുജ്വല ചഞ്ചരീകമാല മരുദുൽബണ സൗരഭോ നളിന്യ പ്രഥമശ്വാസ ഇവോദഗോത്ഥിതായ. ചൊല്ലാൻ ചെറിയ രീതിയിലൊരു കഷ്ടപ്പാടുള്ള ശ്ലോകമാണ്. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകം പോലെയുള്ള അർത്ഥവുമല്ല, അതുപോലെ വാക്കുകളുടെ ഒരു അടുക്കും ചിട്ടയും കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്കതിൻ്റെ പദച്ഛേദം ആദ്യം പറയാം. നവകേസരമണ്ഡലാനി ധൂന്വൻ ഉദഗാദ് ഉജ്ജ്വല ചഞ്ചരീകമാലാഹ മരുദ് ഉൽബണ സൗരഭ നളിന്യാഹ പ്രഥമശ്വാസ ഇവ ഉദഗോത്ഥിതായ. ഇനി കാറ്റ് വീശണതിനെ പറ്റി പറയാണ്. കാറ്റ് എന്നുള്ളത് എന്തായിട്ടാണ് കവി കാറ്റിനെ കാണണത് എന്നുള്ളത് ഇവിടെ പറയാണ്. നവകേസരമണ്ഡലാനി ധൂന്വൻ, നവകേസരമണ്ഡലങ്ങൾ, കേസരവൃക്ഷം. ആ കേസരവൃക്ഷം എന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള പൂക്കളുള്ള വൃക്ഷങ്ങളാണ്. നാഗകേസരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെടികളുണ്ട്. ആ ചെടികളുടെ പൂക്കൾ, ആ പൂക്കളിൽ ഉണ്ടാകുന്നതായ പൂക്കളുടെ കൂട്ടം, അതാണ് നവകേസരമണ്ഡലം എന്ന് പറയുന്നത്. ഇവിടെ പത്മകിഞ്ചൽക്കങ്ങൾ എന്ന് പറയുന്നുണ്ട്, താമരപ്പൂവിനെ പറ്റിയിട്ടാണ് പറയണത് എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ കേസരം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു വൃക്ഷമായിട്ട് വർണ്ണിക്കാറുണ്ട് കവികൾ. ഏതായാലും താമരയായാലും അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ മറ്റേതെങ്കിലും വൃക്ഷത്തിൻ്റെ പൂവായാലും ആ പൂക്കളെ മുഴുവനും ധുന്വൻ എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ തള്ളി മാറ്റി പറന്നു പോകുമ്പോൾ അതിങ്ങനെ കുലുങ്ങും. ആ കുലുക്കത്തിനെ പറ്റിയിട്ടാണ്, കമ്പനം ചെയ്യും, അതാണ് പറയണത്. നവകേസരമണ്ഡലാനി, നവകേസരങ്ങളുടെ കൂട്ടങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുലുക്കിക്കൊണ്ട് ആരാണ് പറന്നു വന്നത്? ചഞ്ചരീകമാല, ചഞ്ചരീകാണാം മാല. ചഞ്ചരീക എന്ന് പറഞ്ഞാൽ വണ്ടാണ്. ചഞ്ചരീകമാല എന്ന് പറയുമ്പോൾ കൂട്ടത്തോടെ, വണ്ടുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പറന്നു വരികയാണ്. എങ്ങനെയുള്ള വണ്ടുകളാണ്? ഉജ്ജ്വല ചഞ്ചരീകമാല, നന്നായി തിളങ്ങുന്ന വണ്ടുകൾ. വണ്ടിൻ്റെ കറുപ്പ് നിറമാണ്, വണ്ടിന് കറുപ്പ് നിറമാണുള്ളത്, പക്ഷെ അത് നന്നായി ഇങ്ങനെ തിളങ്ങും. ഈ അഞ്ജനക്കല്ല് പോലെയാണ്. കറുപ്പ് കൂടി വെളുപ്പെന്ന് തോന്നണത് പോലെ കറുപ്പ് ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന കറുപ്പാണ് വണ്ടിനുള്ളത്. അതുകൊണ്ടാണ് ഉജ്ജ്വല ചഞ്ചരീകമാല എന്ന് പറഞ്ഞത്. നന്നായി തിളങ്ങുന്നവയായ വണ്ടുകളുടെ കൂട്ടം. ആ വണ്ടുകളുടെ കൂട്ടമാണ് ഈ താമരപ്പൂക്കളെ അല്ലെങ്കിൽ കേസര പുഷ്പങ്ങളെ പറന്ന് കളഞ്ഞത്, അല്ലെങ്കിൽ അവയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പറന്നത്. അങ്ങനെ പറന്നപ്പോൾ അവിടെ പരന്നതായ കാറ്റ് ഉൽബണ സൗരഭ മരുത്ത്, ആ പൂക്കളുടെ വാസനയും പേറി വരുന്നതായ കാറ്റിനെ കാണുമ്പോൾ ഈ വണ്ടുകൾ വന്ന് പൂക്കൾ ഇളക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതായ സുഗന്ധം, ആ സുഗന്ധവും പേറി വരുന്നതായ കാറ്റ്. ആ കാറ്റിനെ കവി വർണ്ണിക്കുകയാണ്. ഉദഗോത്ഥിതായാഹ നളിന്യാഹ പ്രഥമശ്വാസ ഇവ ഉദഗാത്. ഉദഗോത്ഥിതായാഹ, ഉദകം എന്ന് പറഞ്ഞാൽ താമരപ്പൊയ്ക. താമരപ്പൊയ്ക എന്ന് പറയുമ്പോൾ അവിടെ അല്ലെങ്കിൽ താമരപ്പൊയ്ക എന്ന് പറയാൻ പറ്റില്ല, വെറുതെ വെള്ളം എന്നുള്ള അർത്ഥമെടുത്താൽ മതി. ആ വെള്ളത്തിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു താമരപ്പൊയ്ക, ഒരു പെൺകുട്ടി ഒളിച്ചിരിക്കുന്നത് പോലെ. അങ്ങനെ ആ പെൺകുട്ടിയെ വന്ന് ശരത്ത് വിളിച്ചപ്പോഴാണല്ലോ അത് പുറത്തേക്ക് പൊന്തി വന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുപോലെ താഴത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന എന്നിട്ട് പുറത്തേക്ക് വന്നവളായ, അതാണ് ഉദഗോത്ഥിതായാഹ, വെള്ളത്തിൻ്റെ മുകളിലേക്ക് പറന്ന് അല്ലെങ്കിൽ ഉയർന്നു വന്നവളായ നളിന്യാഹ, താമരപ്പൊയ്കയുടെ പ്രഥമശ്വാസ ഇവ, ആദ്യത്തെ നെടുവീർപ്പ് എന്നതുപോലെ ഉദഗാത്, ആ കാറ്റ് പറന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുക, ഈ
കേസര പുഷ്പങ്ങളുടെ വാസന പുറത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു. അതിനെ ഒന്ന് പ്രകമ്പനം ചെയ്യിച്ചതോട് കൂടിയിട്ട്, വണ്ടുകൾ അവിടെ പറന്നു വന്നതോട് കൂടിയിട്ട് പൂക്കളൊന്ന് പ്രകമ്പനം ചെയ്തു. അതോട് കൂടിയിട്ട് അതിൽ നിന്നും വാസന പൊന്തിപ്പരക്കാൻ തുടങ്ങി. ആ വാസനയെ കാട് മുഴുവനും വ്യാപിപ്പിച്ചത് കാറ്റാണ്. അതാണ് ഉൽബണ സൗരഭ. ശക്തമായ വാസന സൗരഭത്തോടു കൂടി വീശിയ കാറ്റ്. അങ്ങനെ നല്ല വാസനയോടുകൂടി വന്ന കാറ്റിനെ കണ്ടാൽ എന്താണെന്നാണ് തോന്നുക എന്ന് ഉത്പ്രേക്ഷിക്കുകയാണ് കവി. വെള്ളത്തിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്ന നളിനിയുടെ ആദ്യത്തെ ശ്വാസം, ആദ്യത്തെ നെടുവീർപ്പ് എന്നതുപോലെ ഉദഗാത്, ഉദഗാത് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വന്നു എന്നർത്ഥം. ഇവിടെ സംസ്കൃതത്തിൽ എഴുതിയത് നോക്കുമ്പോൾ ഉജ്ജ്വല ചഞ്ചരീകമാലാഹ എന്ന് ബഹുവചനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ അത് എവിടേക്കാണ് അന്വയിക്കേണ്ടത് എന്നുള്ളൊരു ചെറിയ സംശയം വരും. പക്ഷെ അവിടെ വിസർഗം ഇല്ലാതെ പറഞ്ഞാൽ കുറച്ചുകൂടി അത് തെറ്റ് കൂടാതെ പറയാൻ പറ്റും. അതായത് നവകേസര മണ്ഡലാനി ധൂന്വൻ ഉജ്ജ്വല ചഞ്ചരീകമാല ഉദഗാത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വാചകം നിർത്താം. അതായത് ഈ കേസരമണ്ഡലങ്ങളെ മുഴുവനും ഇളക്കി അതിൽ നിന്ന് തേൻ കുടിച്ച് അതിൽ നിന്ന് പൊന്തി പറന്ന് പോകുമ്പോൾ ആ പൂക്കളൊക്കെ ഇളകിയിട്ടുണ്ടാവും. അങ്ങനെ ആ പൂക്കളെ ഇളക്കിക്കൊണ്ട് ചഞ്ചരീകങ്ങളുടെ മാല, അതായത് അവിടെ ബഹുവചനം വേണ്ട, ഏകവചനം പറഞ്ഞാൽ തന്നെ ബഹുവചനത്തിൻ്റെ അർത്ഥം കിട്ടും. മാല എന്ന് പറയുമ്പോൾ കുറേ എണ്ണങ്ങളുണ്ട് എന്നുള്ള അർത്ഥം വന്നുവല്ലോ. അങ്ങനെ വണ്ടുകളുടെ കൂട്ടം ഉദഗാത് മുകളിലേക്ക് പറന്നുപോയി. ഇനി നല്ല വാസനയോടുകൂടി വീശുന്ന കാറ്റുണ്ടല്ലോ, ഉൽബണ സൗരഭോ മരുത്ത്. നല്ല വാസന, ഈ പൂക്കളുടെയൊക്കെ വാസനയോടുകൂടി വീശുന്ന കാറ്റ്. ഉദഗോത്ഥിതായാഹ നളിന്യാഹ പ്രഥമശ്വാസ ഇവ ഉദഗാത്. അവിടെയും ഉദഗാത് എന്നുള്ളത് കൂട്ടിച്ചേർത്ത് പറയാം. ഉദഗാത് എന്നുള്ള ക്രിയ രണ്ട് ദിക്കിലേക്കും വരാം. അത് ഏകവചന ക്രിയയായിട്ട് പറയുകയാണ് നല്ലത്. അപ്പോൾ അവിടെ മാല എന്നുള്ളത് ഏകവചനത്തിൽ പറഞ്ഞാൽ മതി. ഇവിടെ കാറ്റിനും അതേ ക്രിയ തന്നെ ഉപയോഗിക്കാം. ഈ വാസനയും പേറി വരുന്നതായ കാറ്റ് വെള്ളത്തിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നതായ താമരപ്പൊയ്കയുടെ ആദ്യത്തെ ഉച്ഛ്വാസം, നെടുവീർപ്പ് എന്നതുപോലെ ശോഭിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ ഈ വണ്ടുകളും അതുപോലെ തന്നെ പൂക്കളുടെ പ്രകമ്പനവും ഒക്കെ എങ്ങനെയാണ് ഈ മരുത്തുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ടത് എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഇവിടെ വരുന്നുണ്ട് ശ്ലോകത്തിൽ. ഈ മാല എന്നുള്ളത് ആകാരാന്തം സ്ത്രീലിംഗം ഏകവചനത്തിൽ പറഞ്ഞാൽ അവിടെ കുറേയൊക്കെ അർത്ഥം വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. കമലം പയസഃ പരിഷ്ക്രിയാസീത് കമലസ്യ ഭ്രമരോ ഭവദ്വിഭൂഷ ഭ്രമരസ്യ വിഭൂഷണം മദോ ഭൂന്മദനോ ജായത മണ്ഡനം മദസ്യ നവകേസരമണ്ഡലാനി ധുന്വന്നുദഗാദുജ്വല ചഞ്ചരീകമാല മരുദുൽബണസൗരഭോ നളിന്യാ പ്രഥമശ്വാസ ഇവോദഗോത്ഥിതായ. സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.